നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ? അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും. ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 4999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഈ വീഡിയോയിൽ നമ്മൾ ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു സിമ്പിൾ മെഷീൻ? ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു എഫേർട്ട് അപ്ലൈ ചെയ്ത് ഈ ലിഫ്റ്റിംഗ് പ്രോസസ്സിനെ പെർമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ സിമ്പിൾ മെഷീൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, ആ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ തോതിൽ ഒരു എഫേർട്ട് അപ്ലൈ ചെയ്യണം. ഇങ്ങനത്തെ ഡിവൈസസ് ആണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ഒരു പുള്ളി സിസ്റ്റം നോക്കുകയാണെങ്കിൽ പുള്ളികൾ നമുക്കറിയാം, ഒരറ്റത്ത് റോപ്പിന്റെ പുള്ളി കണക്ട് ചെയ്തേക്കുന്ന റോപ്പിന്റെ ഒരറ്റത്ത് ഒരു വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് റോപ്പിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ ഒരു ചെറിയ എഫേർട്ട് അപ്ലൈ ചെയ്യും. ഇതേപോലെ പുള്ളി സിസ്റ്റം അല്ലെങ്കിൽ ഒരു വീൽ ആൻഡ് ആക്സിൽ, സ്ക്രൂ, ഇവയൊക്കെ സിമ്പിൾ മെഷീൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി പല സിമ്പിൾ മെഷീൻസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പൗണ്ട് മെഷീൻ അഥവാ കോംപ്ലക്സ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ബൈസൈക്കിളിൽ തന്നെ പല സിമ്പിൾ മെഷീൻസിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ വേരിയസ് സിമ്പിൾ മെഷീൻസിനെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു മെഷീനെയാണ് നമ്മൾ കോമ്പൗണ്ട് മെഷീൻ അല്ലെങ്കിൽ കോംപ്ലക്സ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഇനി സിമ്പിൾ മെഷീൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ടേംസ് നമുക്ക് നോക്കാം. ആദ്യതാണ് എഫേർട്ട്. ഇറ്റ് ഇസ് എ ഫോഴ്സ് അപ്ലൈ ടു ലിഫ്റ്റ് ദ ലോഡ് ഓർ ഓവർകം ദ റെസിസ്റ്റൻസ്. അതായത് ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എഫേർട്ട് എന്ന് വിളിക്കുന്നത്. ഈ എഫേർട്ടിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് ആണ് ക്യാപിറ്റൽ P. ഇനി അടുത്ത ടേമാണ് ലോഡ്. നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റിനെയാണ് നമ്മൾ ലോഡ് എന്ന് റെഫർ ചെയ്യുന്നത്. ഈ ലോഡിനെ റെഫർ ചെയ്യാനായിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് ആണ് ക്യാപിറ്റൽ W. ഈ ലോഡിന്റെ എഫേർട്ടിന്റെ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന ടേമാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. It is a ratio of load to the effort. നമ്മൾ നേരത്തെ പറഞ്ഞു ലോഡിനെ നമ്മൾ W എന്ന് ഡിനോട്ട് ചെയ്യുന്നു, എഫേർട്ടിനെ നമ്മൾ ക്യാപിറ്റൽ P എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ നമുക്ക് ക്യാപിറ്റൽ W/P എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ. It is the ratio of distance traveled by the effort by the distance traveled by the load. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫേർട്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഈ എഫേർട്ട് കാരണം ലോഡ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ എഫേർട്ടിനെ നമ്മൾ ക്യാപിറ്റൽ Y വെച്ച് ഡിനോട്ട് ചെയ്യും. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലോഡിനെ ക്യാപിറ്റൽ X വെച്ച് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ വിൽ ബിക്കം ഈക്വൽ ടു Y/X. അടുത്ത ടേം ആണ് ഇൻപുട്ട്. Input refers to the work done, amount of work done by the effort. നമ്മൾ അപ്ലൈ ചെയ്ത എഫേർട്ട് എത്രമാത്രം വർക്ക് ചെയ്തു, അതായത് വർക്ക് ഡൺ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് മൂവ് ബൈ ദ ഇൻപുട്ട് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫേർട്ട് അപ്ലൈഡ്. ഇപ്പൊ എഫേർട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ P ആണെന്നറിയാം, ഇൻടു ഡിസ്റ്റൻസ് മൂവ് ബൈ ദ എഫേർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ Y. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിനെ നമുക്ക് P ഇൻടു ക്യാപിറ്റൽ Y എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്തത് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ദ ലോഡ്. ഇപ്പൊ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് ക്യാപിറ്റൽ W എന്ന് പറഞ്ഞു, ഡിസ്റ്റൻസ് മൂവ് ബൈ ദ ലോഡ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്തത് X ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ W ഇൻടു X. അപ്പൊ ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇനി ഈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന റേഷ്യോയാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ബിക്കംസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ടിനെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് W ഇൻടു ക്യാപിറ്റൽ X എന്ന് ഡിനോട്ട് ചെയ്യാം. ഇൻപുട്ടിനെ നമുക്ക് ക്യാപിറ്റൽ P ഇൻടു ക്യാപിറ്റൽ Y എന്ന് ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ റേഷ്യോ ഈ ഒരു ടേംസ് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും. W
ബൈ ടി എന്നുള്ളതിനെ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നേരത്തെ ഡിഫൈൻ ചെയ്തതായിരുന്നു. അതായത് ഇറ്റ് ഈസ് ദ ലോഡ് ബൈ എഫേർട്ട്. ലോഡ് ബൈ എഫേർട്ടിനെയാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ന്യൂമറേറ്ററിൽ വരും. പകരം മറ്റ് ടേംസ് നോക്കി എക്സ് ബൈ വൈ എന്നുള്ളത് ഇറ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. അപ്പൊ ഈ വൈ ബൈ എക്സിന് ഇൻവേഴ്സ് ഫോമിലാണ് കിടക്കുന്നത്. എക്സ് ബൈ വൈ നടക്കുന്നതിന് ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി റേഷ്യോ നമുക്ക് കിട്ടാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എഫിഷ്യൻസി ബിക്കംസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ, അതായത് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ, ദിസ് ഇക്വേഷൻ gives the relationship connecting the mechanical advantage, efficiency of the machine and velocity ratio. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുവാണെങ്കിൽ ഐഡിയൽ മെഷീൻസിന്റെ കേസിൽ എഫിഷ്യൻസി 100% ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദിസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബിക്കം ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ. എന്നാൽ റിയൽ മെഷീൻസിൽ, അതായത് എഫിഷ്യൻസി 100% ഒരിക്കലും ആകത്തില്ല റിയൽ മെഷീൻസിൽ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് should become less than velocity ratio. എങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻസി less than 100% എന്ന് ഒബ്റ്റെയിൻ ചെയ്തുള്ളൂ. അപ്പോൾ for all real machines, mechanical advantage will be less than velocity ratio and the efficiency will always be less than 100%. അപ്പൊ ഇത്രയായിരുന്നു സിമ്പിൾ മെഷീൻസിന്റെ ടെക്നിക്കൽ ടേംസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ലിവർ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ മെഷീൻ ആണ്. അതായത് ഒരു ചെറിയ എഫേർട്ടിനെ അപ്ലൈ ചെയ്ത് ഒരു വലിയ ലോഡ് ലഭിച്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ മെഷീൻസിന്റെ ഒരു ടൈപ്പാണ് ലിവർ. ഈ ലിവറിന്റെ മെയിൻ പാർട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ മേജർ ആയിട്ട് 3 പാർട്സ് ആണ് ഉള്ളത്. ഒരു ഫുൾക്രം, അതായത് നമ്മൾ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ എഫേർട്ടും ലോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിവർ റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫുൾക്രം എന്ന് വിളിക്കുന്നത്. ഫുൾക്രത്തിന് അബൌട്ട് ആയിട്ടാണ് ലിവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഔട്ട്പുട്ട് എൻഡ് ഉണ്ട്. ഔട്ട്പുട്ട് എൻഡ് ആണ് നമ്മുടെ ലോഡ് വരുന്ന എൻഡ്. അതേപോലെ ഒരു ഇൻപുട്ട് എൻഡ് ഉണ്ട്. അവിടാണ് നമ്മൾ എഫേർട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 3 പാർട്സ് ആണ് ഒരു ലിവറിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഒരു ഫുൾക്രം, ഒരു ഇൻപുട്ട് എൻഡും ഒരു ഔട്ട്പുട്ട് എൻഡും. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ? അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും. ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 4999 എന്ന നിസ്സാരമായ പ്രൈസിൽ.